ഹായ് ഫ്രണ്ട്സ്, ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മൾ പാർട്ട് 4 ആണ് ചെയ്യുന്നത്. ബികോമിൻ്റെ ക്ലാസ്സിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് പേപ്പറിലാണ് കേട്ടോ ഇത്. അതിലെ നമ്മൾ അതിൻ്റെ മുമ്പ് 3 വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് 4th വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള പോർഷൻസ് എല്ലാം 3rd വരെയുള്ള ഇതിലുണ്ട്. ഇത് നമ്മൾ 4th പാർട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇപ്പം നമ്മൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിനകത്ത് 2 പാർട്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് പ്രൈമറി, പിന്നെ അടുത്തത് സെക്കൻഡറി എന്നുമാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം പ്രൈമറി ഫങ്ഷൻസ്, സെക്കൻഡറി ഫങ്ഷൻസ്, ഇന്ന് 2 ഭാഗമായിട്ടാണ് നമ്മൾ തിരിച്ചേക്കുന്നത്. അത് നമുക്ക് ആദ്യമേ പ്രൈമറി ഫാൻസിൻ്റെ നോക്കാം. പ്രൈമറി ഫങ്ഷൻസ് 2 ആയിട്ടാണ് വീണ്ടും തിരിച്ചേക്കുന്നത്. അതിനെ അപ്സൈറ്റിംഗ് ഡിപ്പോസിറ്റ് എന്നും അതുപോലെ തന്നെ ലെൻഡിങ് മണി എന്നുമാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഫങ്ഷൻസ് എന്താക്കുന്നത് വെച്ചാൽ 2 ആയിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തേക്കണമെന്നാണ് പറഞ്ഞേക്കണത്. പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. അപ്പം പ്രൈമറിക്കകത്ത് 2 ഫങ്ഷൻസ് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു ബാങ്കിങ്ങിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് ആണ് അല്ലേ. ബാങ്കിലേക്ക് ആരെങ്കിലും പണം നിക്ഷേപിച്ചാലാണ് ബാങ്കിന് പ്രവർത്തനം മുന്നോട്ട് പോകുമല്ലോ. അതുപോലെ തന്നെ വരുന്ന പണത്തെ വായ്പ അനുവദിക്കുക എന്നൊരു രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കർത്തവ്യവും ബാങ്ക്സിനുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പ്രൈമറി ഫങ്ഷൻസ് ആസ്പെക്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്നും റണ്ണിങ് മണീസ് എന്ന് പറഞ്ഞ 2 ഭാഗങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി ഈ അപ്സൈറ്റിംഗ് ഡിപ്പോസിറ്റിൻ്റെ അകത്താണെങ്കിൽ മൊത്തം 4 കാറ്റഗറിയാണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റും, സെക്കൻഡ് കറണ്ട് ഡിപ്പോസിറ്റ്, തേർഡ് സേവിങ് ഡിപ്പോസിറ്റ്, ഫോർത്ത് റിക്കറിങ് ഡിപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. ഈ റിക്കറിങ് ഡിപ്പോസിറ്റിന് വെച്ച് കഴിഞ്ഞാൽ ആവർത്തനാവശ്യമായി നിക്ഷേപം വരുന്നതിനാണ് നമ്മളത് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവ എന്താണ് നമുക്ക് വിശദമായി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടോ. അപ്പം അടുത്ത നമുക്ക് റണ്ണിങ് മണിക്കകത്തുള്ള ക്ലാസിഫിക്കേഷൻ വെച്ചാൽ ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, മണി അറ്റ് കോൾ ആൻഡ് അറ്റ് ഷോർട്ട് നോട്ടീസ്, അതുപോലെ തന്നെ ടേം ലോണ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് ലോൺസ്. അപ്പം ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ടെസ്റ്റ് ഏതാണെന്ന് അറിയാലോ. നമ്മൾ ഡോക്ടർ അജ്മൻ ജോർജിൻ്റെ ടെസ്റ്റാണ് റെഫർ ചെയ്യുന്നത്. അതിലെ പേജ് നമ്പർ 17 കേട്ടോ. 17 ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് ചാർട്ട് നമ്മൾ മാറ്റി വരയ്ക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റിലൊന്ന് അടയാളപ്പെടുത്തി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതിൽ നമ്മൾ ടെസ്റ്റിൽ ടേം ലോൺ വരെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരുന്ന ഭാഗത്ത് ബ്രിഡ്ജ് ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പം അതും കൂടി നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. പ്രൈമറി ഫങ്ഷൻ നമ്മൾ 2 ആയിട്ട് തിരിച്ചല്ലോ. ഒന്ന് അസ്പെക്റ്റിംഗ് ഡിപ്പോസിറ്റും രണ്ടാമത്തെ റണ്ണിങ് മണിയും. അപ്പം ആദ്യമേ അസ്പെക്റ്റിംഗ് ഡിപ്പോസിറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ആസ്പെക്റ്റിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനാണ് ബാങ്കിൻ്റെ. അപ്സെറ്റ് ഡിപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് മണിയെ അപ്സെറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് അപ്സെറ്റിംഗ് ഡിപ്പോസിറ്റിന് പറഞ്ഞത്. അപ്പോൾ ആദ്യമേ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണല്ലേ. ഫിക്സഡ് ഡിപ്പോസിറ്റിന് മറ്റൊരു പേരുണ്ട് ടൈം ഡിപ്പോസിറ്റും. ഫിക്സഡ് ഡിപ്പോസിറ്റിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫിക്സഡ് പീരീഡ് നേരത്തേക്ക് ഒരു കറക്റ്റായിട്ടൊരു മണിയെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഒരു നിശ്ചയ കാലയളവിലേക്ക് ഒരു കുറച്ച് പൈസേനെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. ഇതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലഭിക്കുന്നതിനായിരിക്കും. നമ്മൾ ഈ നോട്ട് ചെയ്തേക്കണം. നിങ്ങളും കൂടുതൽ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നല്ലതാണ്. ടെസ്റ്റ് വായിച്ചാലും മതി, പോയിന്റ്സൊക്കെ കിട്ടും. എങ്കിലും നമ്മൾ ജസ്റ്റ് ഷോർട്ട് നോട്ട് പോലെ ഒന്ന് എഴുതി വെക്കണം, നല്ലതാണ്. അപ്പോൾ നമുക്ക് കൂടാതെ ഞാൻ വായിക്കാം. അപ്പം ഒന്ന് ജസ്റ്റ് എഴുതി നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓർ ടൈം ഡിപ്പോസിറ്റ് നമുക്ക് പോയിന്റ്സ് രീതിയിലാണ് എഴുതിയേക്കണേ. Deposit for a fixed period of times and can be withdraw only after the expiry of ഫിക്സഡ് പീരീഡ്. നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിശ്ചയ കാലയളവിലേക്ക് നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യണമെങ്കിൽ ആ എക്സ്പയറി ഡേറ്റ് ആവാതെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ഏകദേശം ഫിക്സഡ് പീരീഡ് മേ ബി ഫോർ എ പീരീഡ് ഓഫ് 1 year, 2 year or 5 years. ഇതിനെങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇന്ന കാലയളവിലാണ് നമ്മൾ
ഫിക്സഡ് ഡിപ്പോസിറ്റ് തന്നെ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആണ്. കാരണം എന്താ, അത് ഹൈ എന്ന് വെച്ചാൽ മറ്റേത് ഡിപ്പോസിറ്റിനും കഴിഞ്ഞും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റിലായിരിക്കും കേട്ടോ. ഇപ്പോൾ ക്യാമറ എടുക്കുന്നതിൽ ജസ്റ്റ് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകണ്ട, പക്ഷെ പറയുന്നത് മനസ്സിലാവണമെന്ന് തോന്നുന്നു. മലയാളം മനസ്സിലാവണില്ലെങ്കിൽ ജസ്റ്റ് ഫോൺ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. നമ്മൾ പറയണ മാക്സിമം നന്നായി ക്യാച്ച് ചെയ്യാൻ നോക്കണുണ്ട്. പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ദ ബാങ്ക് ഇഷ്യൂ എ റെസിപ്റ്റ് ടു ദ ഡിപ്പോസിറ്റ് നോൺ ആസ് ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് അല്ലെങ്കിൽ FDR എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് ബാങ്ക് ഒരു റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ നമുക്ക് ഡിപ്പോസിറ്റർക്ക് തരുന്ന ഒരു റെസിപ്റ്റാണ്. ആ റെസിപ്റ്റിന് പറയുന്ന പേരാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസിപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ FDR എന്ന് പറയുന്നത്. ഇപ്പോൾ ഫുൾ ഫോം ഒക്കെ എല്ലാത്തിൻ്റെയും പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ FDR കണ്ടെയ്ൻ ചെയ്യുന്നേക്കണം എന്തൊക്കെയാണ്. ഇറ്റ് കണ്ടെയ്ൻ ദ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്, എത്രമാത്രം തുക ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡിപ്പോസിറ്റിൻ്റെ നെയിം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്നാ റേറ്റിലാണത് ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് എന്നാണ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇത്ര കാര്യങ്ങളായിരിക്കും ഉള്ളത്. എന്തൊക്കെയാണ്, നമുക്ക് എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ്, എത്രമാത്രം തുകയുണ്ടെന്നും ആരാണ് ഇട്ട ഡിപ്പോസിറ്റിൻ്റെ പേരും, അതുപോലെ തന്നെ എത്രമാത്രം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് അത് നൽകിയിരിക്കുന്നതെന്നും, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ മച്യൂരിറ്റി ഡേറ്റ് എന്നാണോ ആ FDR ഉണ്ടായിരിക്കും കേട്ടോ. ഇനി അടുത്ത ഡിപ്പോസിറ്റായ സെക്കൻഡ് ഡിപ്പോസിറ്റ് കറണ്ട് ഡിപ്പോസിറ്റ് ആണ്. അപ്പം കറണ്ട് ഡെപ്പോസിറ്റിന് മറ്റൊരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിമാൻഡ് ഡിപ്പോസിറ്റിനൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. ഈ പേര് രണ്ടും ഉള്ളത് ഒന്ന് ഓർത്തിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ഇപ്പം വാട്ട് ഈസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ഡിപ്പോസിറ്റ് കഴിഞ്ഞാൽ ഡിമാൻഡ് ഡിപ്പോസിറ്റിന് അറിയത്തില്ലാതെ വന്നാൽ നമ്മൾ ഓർക്കും നമ്മളിത് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ നമ്മൾ കറണ്ട് ഡിപ്പോസിറ്റ് ആ ഉത്തരം നമുക്ക് കറണ്ട് ഡിപ്പോസിറ്റ് അറിയാം, ഡിമാൻഡ് ഡിപ്പോസിറ്റ് അറിയത്തില്ലാതെ വരും. അപ്പം ഇത് കറണ്ട് ഡിപ്പോസിറ്റിന് തന്നെ പറഞ്ഞ പേരാണ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് കേട്ടോ. അപ്പം ഇതിൻ്റെ പോയിന്റ്സ് നോട്ട് ചെയ്യുക. അപ്പം ഡിപ്പോസിറ്റ് എനി നമ്പർ ഓഫ് ടൈംസ് ഓർ വിച്ച് മണി ക്യാൻ ബി വിഡ്രോ ആസ് മെനി ടൈംസ് ആസ് ഡിപ്പോസിറ്റർ വാൻസ്. ഇതിന് വെച്ചാൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന നമുക്ക് എത്ര തവണ വേണമെങ്കിലും പൈസ ഡിപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വിഡ്രോ ചെയ്യണമെങ്കിൽ പല തവണയായിട്ട് ഇത് ഒത്തിരി തവണ നമുക്ക് ഡിപ്പോസിറ്റ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ആളുടെ ഇഷ്ടത്തിൽ, നമ്മുടെ ഇഷ്ടത്തിൽ, ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുടെ ഇഷ്ടത്തിൽ എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്തെടുക്കാം. അപ്പം ഡിപ്പോസിറ്റ് എനി നമ്പർ ഓഫ് ടൈംസ് വിച്ച് മണി ക്യാൻ ബി വിഡ്രോ ആസ് മെനി ടൈംസ് ആസ് ദ ഡിപ്പോസിറ്റർ വാണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ ദ അക്കൗണ്ട് ജനറലി മെയിൻറ്റെയിൻസ് ബൈ ദ ട്രേഡേഴ്സ് ആൻഡ് ബിസിനസ് മാൻസ്. ഈ അക്കൗണ്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രേഡേഴ്സും അതുപോലെ തന്നെ ബിസിനസ് മാൻസുമാണ് ഈ അക്കൗണ്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ മേക്ക് എ നമ്പർ ഓഫ് പേയ്മെൻറ്റ് ഓൺ സിംഗിൾ ഡേ. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവർ ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒന്നിലധികം പേയ്മെൻറ്റ് നമുക്കൊരു ദിവസത്തിൽ തന്നെ നടത്താൻ വേണ്ടി ഈ ഡിപ്പോസിറ്റ് ഉള്ളവർക്ക് സാധ്യമാണ്. അതുകൊണ്ടാണ്. ഇനി അടുത്ത പോയിന്റ്, കറണ്ട് ഡിപ്പോസിറ്റ് ആർ റീപേബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. എന്തുകൊണ്ടാണ് ഇന്ന് ഡിമാൻഡ് ഡിപ്പോസിറ്റിന് പേര് വരാൻ കാരണം? കറണ്ട് ഡിപ്പോസിറ്റ് ആർ റീപേബിൾ. ഈ പോയിന്റ് ഓർത്തോണം, റീപേബിൾ ഓൺ ഡിമാൻഡ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് ഓർത്തിരിക്കണം കേട്ടോ. കറണ്ട് ഡിപ്പോസിറ്റ് ആർ റീപേബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. കറണ്ട് ഡിപ്പോസിറ്റിന് എന്ന് പറയുന്നത് നമുക്ക് റീപേബിൾ ആണ്, ഡിമാൻഡ് അനുസരിച്ച് റീപേബിൾ ആണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇതിന് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഓർത്തിരുന്നതാണ്. ഇപ്പൊ ചോദ്യം ഉണ്ടാവാം, ജസ്റ്റ് വൺ വേർഡ് പോലെ ചോദ്യം ഉണ്ടാവാം, എന്തിനാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഡിപ്പോസിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കറണ്ട് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡിപ്പോസിറ്റ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ഏതിനാണ്? ഫിക്സഡ് ഡിപ്പോസിറ്റ് കേട്ടോ. അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ഡിപ്പോസിറ്റിന് ഒരു ഫെസിലിറ്റി, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പോസിറ്റ് ആണ് എന്ത്? കറണ്ട് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഇനി അടുത്ത ഡിപ്പോസിറ്റ്, മൂന്നാമത്തെ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് സേവിങ് ഡിപ്പോസിറ്റ് ആണ്. സേവിങ് ഡിപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും എൻകറേജ് സേവിങ് ഹാബിറ്റ് എമംഗ് ദ ജനറൽ പേപ്പർ. എന്തിനാണിത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്? എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിനാ? നമ്മളിലെ സുരക്ഷ അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന നമ്മൾക്ക് സാധാരണ ജനങ്ങൾക്ക് ജനറൽ പബ്ലിക്കിന് ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സേവിങ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യുന്നൊരു ഡിപ്പോസിറ്റ് മെത്തേഡാണ് സേവിങ് ഡിപ്പോസിറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അക്കൗണ്ട്സ് ആർ ഓപ്പൺ ബൈ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്. ഇതിൻ്റെ ഈ അക്കൗണ്ട്, സേവിങ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പൂവറായിട്ടുള്ള ഫാമിലിയും അതുപോലെ മിഡിൽ ഗ്രൂപ്പിലുള്ള ഫാമിലീസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവരായിരിക്കും ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടെ ഈ പോയിന്റ്സ് ഒക്കെ. ഇനി അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പോയിന്റ്, കസ്റ്റമർ ക്യാൻ ഡിപ്പോസിറ്റ് എനി എമൗണ്ട് ഓഫ് മണി അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. അപ്പം കസ്റ്റമേഴ്സിന് ഡിപ്പോസിറ്റ് ചെയ്യാം എനി എമൗണ്ട് ഓഫ് മണി അറ്റ് എനി നമ്പർ ഓഫ് ടൈംസ്. ഏത് സമയത്തും എത്ര തവണ വേണമെങ്കിലും എത്ര എമൗണ്ട് വേണമെങ്കിലും കസ്റ്റമേഴ്സിന് ഡിപ്പോസിറ്റ് ചെയ്യാവുന്ന ഒരു ഡിപ്പോസിറ്റാണ് എന്ത്? സേവിങ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ 3 ഡിപ്പോസിറ്റ് പഠിച്ചു. ഫിക്സഡ് ഡിപ്പോസിറ്റ് പഠിച്ചു, അതുപോലെ തന്നെ കറണ്ട് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഡിമാൻഡ് ഡിപ്പോസിറ്റ് പഠിച്ചു. ഇപ്പം നമ്മൾ പഠിച്ച സേവിങ് ഡിപ്പോസിറ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് റിക്കറിംഗ് ഡിപ്പോസിറ്റ് നോക്കാം. ഇപ്പം എന്താണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ്? നമ്മുടെ 4th ഡിപ്പോസിറ്റ് ആണ് കേട്ടോ. അപ്പം റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ എ ഫിക്സഡ് സം ഓഫ് മണി എവറി മന്ത് ഫോർ ആൻ എഗ്രീഡ് പീരീഡ്. ഒരു ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു പൈസ എല്ലാ മാസവും ഒരു നിശ്ചയ പീരീഡിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ മാസവും ഒരു നിശ്ചയ തുക ഒരു നിശ്ചയ പീരീഡിൽ അല്ലെങ്കിൽ സമ്മതിച്ചിരിക്കുന്ന സമയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുകയാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്പെസിഫൈഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ അഗ്രീഡ് പീരീഡാണ്. അത് ഈ അഗ്രീഡ് പീരീഡും ഈ സ്പെസിഫൈഡ് പീരീഡുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ദ ഡിപ്പോസിറ്റർ ഗെറ്റ് ബാക്ക് ദ എമൗണ്ട് ഡിപ്പോസിറ്റ് ടുഗദർ വിത്ത് ദ ഇൻട്രസ്റ്റ് സ്പെല്ലിങ് ജസ്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരീഡും അഗ്രീഡ് പീരീഡും തമ്മിലുള്ള വ്യത്യാസം, ഇത് ഒരു തുക ഒരു നിശ്ചയ മാസം ആ ഒരു നിശ്ചയ പീരീഡ് കാലത്തേക്ക് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ആ നിശ്ചയ പീരീഡാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ഇത്ര വർഷത്തേക്ക് നമ്മളൊരു പൈസ ഇങ്ങനെ ഒരു 2 വർഷത്തേക്ക് എല്ലാ മാസവും ഒരു 500 രൂപ വീതം നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാവുന്ന ഒരു റിക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഈ 500 രൂപ നമ്മൾ എല്ലാ മാസവും ഡിപ്പോസിറ്റ് ചെയ്തതിനു ശേഷം ഈ 2 വർഷം തികഞ്ഞു കഴിയുമ്പം ആ സമയമാകുമ്പോൾ നമുക്ക് ഈ പൈസ എല്ലാം കൂടി തിരിച്ചു തരും കേട്ടോ. വിത്ത് ഇൻട്രസ്റ്റ്, നമ്മൾ നൽകുന്ന പണത്തിന് ഇൻട്രസ്റ്റ് കൂട്ടിയാണ് നമുക്ക് ഇത് തരുന്നത് കേട്ടോ. ഈ പൈസ, ഇതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റുമായിട്ട് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. കറക്റ്റ് സെയിം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ വ്യത്യാസമായിരിക്കും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1 വർഷം മുതൽ 10 വർഷം വരേക്കും നമ്മൾ സ്പെസിഫൈഡ് പീരീഡായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ റിക്കറിംഗ് ഡിപ്പോസിറ്റ്. അപ്പം നമ്മൾ ഇന്ന് പ്രൈമറി ഫങ്ഷൻസിൻ്റെ അകത്തെ നമ്മൾ അപ്സെറ്റിംഗ് ഡിപ്പോസിറ്റ് വരെ മാത്രമാണ് പഠിച്ചിട്ടുള്ളൂ. അതിൻ്റെ 4 ഭാഗങ്ങൾ, ഫിക്സഡ് ഡിപ്പോസിറ്റ്, കറണ്ട് ഡിപ്പോസിറ്റ്, സേവിങ് ഡിപ്പോസിറ്റ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്, ഈ 4 നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് ഇടാം, പാർട്ട് 5 ഇടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുന്നില്ല, നമ്മുടെ വീഡിയോ ലെങ്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ തൊട്ടേ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് സംശയമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒന്നിച്ച് പഠിച്ചു പോവാം. അപ്പം അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമെങ്കിൽ അത് എനിക്ക് ഉപകാരപ്പെടും, അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിനും ഉപകാരപ്പെടും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ
ബൈ ട്ടോ.